വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1059/2025 എന്ന ചോദ്യപേപ്പറാണ്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 91ാമത്തെ ചോദ്യം, ദ മാനേജിംഗ് കമ്മിറ്റി ഷാൾ സബ്മിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ ഓഡിറ്റ് വിത്തിൻ ഡാഷ് ഓഫ് ഇറ്റ്സ് റിസിപ്റ്റ്. അതായത് നമ്മുടെ അമെൻമെൻറ്റ് വന്ന ഭാഗമാണ് ഓഡിറ്റിംഗ് കേട്ടോ. അപ്പോൾ ഓഡിറ്റിംഗ് ഒന്ന് ഇത്തിരി ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കണം. ഓഡിറ്റിങ്ങിലെ ചോദ്യങ്ങൾ ഇനിയും കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിറ്റിംഗ് പഠിച്ചിട്ടില്ലാത്ത കൂട്ടുകാർ നമ്മുടെ അമെൻമെൻറ്റിൻ്റെ ക്ലാസ് കാണുക. നമ്മൾ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഭാഗം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ട് നോട്ട് എഴുതി വെക്കുക കേട്ടോ. ദ മാനേജിംഗ് കമ്മിറ്റി ഷാൾ സബ്മിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഡിറ്റ് വിത്തിൻ എത്ര ദിവസത്തിനകം ചെയ്യണമെന്നാണ്. അപ്പോൾ പണ്ടത്തേൽ നിന്നും ഒരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, പണ്ടത്തേൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 15 days ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ പഴയതിന്ന് ചില ഡേറ്റ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾ അതൊന്ന് മാറ്റി പഠിക്കണം കേട്ടോ. പിന്നെ കൺഫ്യൂസിങ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നേന്ന് പഠിക്കുക. കുറേ പഴയത് എഴുതി വെച്ചു, പുതിയത് എഴുതി വെച്ചു. അപ്പോൾ പല കുട്ടികൾക്കും കൺഫ്യൂഷൻസ് ആണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ തുടക്കം തൊട്ട് പഠിക്കുക. എന്തായാലും റൂൾസ് തുടക്കം തൊട്ട് പഠിക്കണം. റൂൾസിൽ അമെൻമെൻറ്റ് വന്നു അല്ലേ. സെക്ഷൻസിലും കുറച്ചൊക്കെ അമെൻമെൻറ്റ് സെക്ഷൻസിൽ വന്നിട്ടുള്ളതുകൊണ്ട് സെക്ഷൻസ് മൊത്തം അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. റൂൾസിലും കുറച്ച് അമെൻമെൻറ്റ് തന്നെയേ വന്നിട്ടുള്ളൂ. അപ്പം അത് നമുക്ക് 53 അമെൻമെൻറ്റുകളെ ആകെ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ അമെൻമെൻറ്റുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ അത് മനസ്സിലാക്കി വെച്ചാൽ മതി, എവിടെയാണ് മാറിയത്, എന്താണ് മാറിയതെന്ന്. നിങ്ങൾ മൊത്തത്തിൽ അങ്ങനെ ഉടച്ചു വാർത്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും കൂടി ഉഷാറായിട്ട് പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിൽ നിൽക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ്, അതായത് ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഡേറ്റുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം കേട്ടോ. ഓഡിറ്റ് മാനുവൽ റിവൈസ് ചെയ്യണം DCA അല്ലേ. അത് എത്ര വർഷം കൂടുമ്പോഴാണ് ഓഡിറ്റ് മാനുവൽ റിവൈസ് ചെയ്യാറെന്ന്? 5 വർഷം കൂടുമ്പോഴാണ് അല്ലേ. ഓഡിറ്റ് മാനുവൽ ഷുഡ് ബി റിവൈസ്ഡ് ബൈ ദ DCA എവറി 5 years എന്നാണ് പറയുക. ഓക്കെ, അതുപോലെ തന്നെ എവറി ഓഡിറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ ഡാഷ് ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉത്തരം എഴുതും? എവറി ഓഡിറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ ഡാഷ് ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 6 months ആണ് എഴുതേണ്ടത് കേട്ടോ. ഇനി എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി ഓഡിറ്റഡ് വിത്തിൻ എത്ര നാൾക്കകം? സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകം എല്ലാ സഹകരണ സൊസൈറ്റികളും ഓഡിറ്റിങ്ങിന് വിധേയമാകണം. അവിടെ 6 മാസമാണ് വരിക. ഇനി മാറ്റം വന്നത് ദ മാനേജിംഗ് കമ്മിറ്റി പ്രിപ്പയർ ചെയ്യണം. ഷുഡ് സബ്മിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് ബിഫോർ ദ ഓഡിറ്റർ വിത്തിൻ എത്ര? 15 days, 15 ദിവസത്തിനകമാണ്. ആരാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കുക? ഉണ്ടാക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ജോലിയാണത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റിന് ആവശ്യമായത് റിക്വയേർഡ് ഫോർ ഓഡിറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ബൈ ഹൂം? ആരാ പറയുക? പ്രിപ്പയർഡ് ബൈ ദി ചീഫ് എക്സിക്യൂട്ടീവ് വിത്തിൻ, അതിൻ്റെ പീരിയഡ് പഠിക്കണം, 1 month ഓഫ് ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. സാമ്പത്തിക വർഷം അവസാനിച്ച് 1 മാസത്തിനകം നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഡിറ്റിന് വിധേയമാക്കേണ്ട ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് അത് മാനേജിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുക്കുന്നു. മാനേജിംഗ് കമ്മിറ്റിയാണ് അത് ആർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. എത്ര ദിവസത്തിനകം? 15 ദിവസത്തിനകം. അതാണ് ഇവിടെ ചോദ്യമായി വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത പ്രൊസീജിയർ പറയുകയാണെങ്കിൽ DCA ഇങ്ങനെ ഓഡിറ്റിങ്ങിന് അപേക്ഷ വന്നു. അപ്പോൾ DCA പബ്ലിഷ് ദ പാനൽ ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിൻ്റെ ഒരു പാനൽ പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? DCA ആണ്. വിത്തിൻ 60 days ഓഫ് ദ ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. സാമ്പത്തിക വർഷം അവസാനിച്ച് 60 ദിവസത്തിനകം DCA ഒരു പട്ടിക പുറത്തുവിടണം. പാനൽ ഓഫ് ഓഡിറ്റേഴ്സ് ആര് പബ്ലിഷ് ചെയ്യണം? ഇന്ന ഓഡിറ്റേഴ്സാണ് ഇക്കുറി ഓഡിറ്റിങ്ങിനുള്ളത്, അവരാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് DCA ഒരു പാനൽ ഓഫ് ഓഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. എത്ര ദിവസത്തിനകം? സാമ്പത്തിക വർഷം അവസാനിച്ച് 60 ദിവസത്തിനുള്ളിൽ പബ്ലിഷ് ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ മാറ്റം വന്നൊരു ഭാഗമാണ് ഓഡിറ്റർ ഷാൾ കംപ്ലീറ്റ് ദ ഓഡിറ്റ്. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം വിത്തിൻ എത്ര നാൾക്കകം?
90 നാൾക്കകമാണ് കേട്ടോ. 90 ഡേയ്സിനകമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ മാറ്റം വന്നിട്ടുണ്ടല്ലോ, പഴയത് ഇപ്പോൾ പറയണില്ല കേട്ടോ. 90 ദിവസം എന്ന് അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ. ഓഡിറ്റർ എത്ര നാൾക്കകമാണ് ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? എത്ര നാൾക്കകം? 90 ദിവസത്തിനകം കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഓഡിറ്റ് മാനുവൽ ആരാണ് പുതുക്കേണ്ടത്? DCA റിവൈസ് ചെയ്യും, 5 വർഷത്തിനകം റിവൈസ് ചെയ്യും. അത് കഴിഞ്ഞ് ആരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്? ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്യും. എത്ര നാൾക്കകം പ്രിപ്പയർ ചെയ്യും? 1 മാസത്തിനകം അല്ലേ. 6 മാസം, സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകം എല്ലാ സൊസൈറ്റികളും ഓഡിറ്റിങ്ങിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം. അതൊരു പോയിൻ്റ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്യുമെൻറ്റ്സ് 1 മാസത്തിനകം പ്രിപ്പയർ ചെയ്തു. മാനേജിങ് കമ്മിറ്റി എന്ത് ചെയ്തു? 15 ദിവസത്തിനകം കൊടുക്കുകയാണ്. ആർക്കാണ് കൊടുക്കണത്? ഓഡിറ്ററുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. DCA ഒരു പാനലിനെ പബ്ലിഷ് ചെയ്യണം. എത്ര നാൾക്കകം? സാമ്പത്തിക വർഷം അവസാനിച്ച് 60 ദിവസത്തിനകം. ഓക്കെ, അതുവരെ ഓക്കെ ആണല്ലോ. പിന്നെ ഓഡിറ്ററുടെ കാര്യം വരികയാണ്. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. എത്ര നാൾക്കകം? 90 ദിവസത്തിനകം ഓഡിറ്റും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. അത് കഴിഞ്ഞാൽ ഓഡിറ്റർ ഷാൾ സബ്മിറ്റ് ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റർ എന്ന് വെച്ചാൽ DCA ആണോ എല്ലാ സൊസൈറ്റിയിലും പോയിട്ട് ഓഡിറ്റ് ചെയ്യുന്നത്? അല്ല അല്ലേ. അപ്പോൾ അവരുടെ താഴെയുള്ള സബോർഡിനേറ്റ്സ് DCAക്ക് സബ്മിറ്റ് ചെയ്യണം ഓഡിറ്റ് റിപ്പോർട്ട്. ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് അല്ലേ. അത് എത്ര ദിവസത്തിനകമാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 30 ദിവസത്തിനകം കേട്ടോ. 30 days ആണ് പറയണത്. അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ദ ഓഡിറ്റർ ഷാൾ സബ്മിറ്റ് ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട് വിത്തിൻ 30 days. അവിടെ ആയിരിക്കും ചിലപ്പോൾ ഡാഷ് വരിക. 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് കഴിഞ്ഞ് 30 ദിവസത്തിനകം എന്നാണ് പറയണത്. ഓക്കെ. പിന്നെ അടുത്തൊരു ചേഞ്ച് വന്ന ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ DCA മിണ്ടാതെ നിന്നാൽ മതിയോ? ശരി, പണി കഴിഞ്ഞു. അല്ല, DCA ഷാൾ ഇഷ്യൂ ആൻ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വിത്ത് ഓഡിറ്റ് മെമ്മോറാണ്ടം. ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൻ്റെ ഡൗട്ട് പല ആൾക്കാർക്കും വരാറുണ്ട്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെയുള്ളതാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം. അവർ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഓഡിറ്റ് മെമ്മോറാണ്ടം കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയൊരു ബുക്ക് പോലെയാണ് അത് വരിക. അപ്പോൾ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വിത്ത് ഓഡിറ്റ് മെമ്മോറാണ്ടം എത്ര നാൾക്കകം? 45 ദിവസത്തിനകമാണ് കേട്ടോ. അത് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് DCA ഇഷ്യൂ ചെയ്യേണ്ടത്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റും ഓഡിറ്റ് മെമ്മോറാണ്ടം ഇഷ്യൂ ചെയ്യുന്നത് 45 വിത്തിൻ 45 days ആണ്. ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ചോദിക്കും. അപ്പോൾ ഇതൊക്കെ എന്തായാലും ചോദിച്ചു വയ്ക്കും. ഇപ്പോഴത്തെ എക്സാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത എക്സാമുകളിലൊക്കെ സ്ഥിരം ചോദ്യമായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓഡിറ്റ് ഫീ ആരും എക്സാമിൻ്റെ ആ സമയത്തേക്ക് ഓഡിറ്റിങ് മാറ്റി വയ്ക്കരുത്. എളുപ്പമുള്ള ഭാഗമാണ്, കറക്റ്റ് എഴുതി വെച്ച് പഠിക്കാം. ഓഡിറ്റ് ഫീ ഷുഡ് ബി പെയ്ഡ് വിത്തിൻ. പിന്നെ ഓഡിറ്റ് ഫീ അടയ്ക്കേണ്ടതാണ്. അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓഡിറ്റ് ഫീ ഷുഡ് ബി പെയ്ഡ് വിത്തിൻ എത്ര നാൾക്കകം? 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ഗെറ്റിംഗ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഡിസൈഡഡ് ബൈ ദ DCA കേട്ടോ. ആരാണ് ഓഡിറ്റ് ഫീ ഡിസൈഡ് ചെയ്യുക? DCA ആണ് ഡിസൈഡ് ചെയ്യുക. അവരുടെ പാറ്റേൺ എന്താണ്, അവരുടെ സ്കെയിൽ എന്താണെന്നൊക്കെ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യും കേട്ടോ. 1 മാസത്തിനകം എന്നാണ് പറയണത്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ അടുത്ത ഒരു അമെൻമെൻറ്റിൽ മാറ്റം വന്നിട്ടുള്ള ഭാഗമാണ് ആഫ്റ്റർ റെക്ടിഫൈ ദ റിപ്പോർട്ട് ഇൻ ദ ജനറൽ ബോഡി മീറ്റിങ്ങിൽ വെച്ച് റെക്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് തിരുത്തി ദ കമ്മിറ്റി സെൻഡ് എ റിപ്പോർട്ട് ഓഫ് ആക്ഷൻ ടേക്കൺ ടു ദ DCA. അവരെടുത്ത ആക്ഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് രജിസ്ട്രാർക്കും ഒരു കോപ്പി കൊടുക്കണം, DCAക്കും കൊടുക്കണം. എത്ര നാൾക്കകമാണ്? 15 ദിവസത്തിനകം ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. എന്നുതൊട്ട് ജനറൽ ബോഡി കൂടിയ അന്ന് തൊട്ട് 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആർക്കാ കൊടുക്കേണ്ടത്? റിപ്പോർട്ട് ഓഫ് ആക്ഷൻ. അങ്ങനെ ചോദിക്കാമല്ലോ, റിപ്പോർട്ട് ഓഫ് ആക്ഷൻ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന്. ഒരു കോപ്പി DCAക്കും കൊടുക്കണം, പിന്നെ ആർക്കും കൊടുക്കണം? രജിസ്ട്രാർക്കും കൊടുക്കണം. അത് 2 പേർക്കും കൊടുക്കണം കേട്ടോ. പിന്നെ അടുത്തത് പറയണത് കമ്മിറ്റി ഷുഡ് സബ്മിറ്റ് റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫെക്ട്സ് റിപ്പോർട്ട് ടു DCA ആൻഡ് രജിസ്ട്രാർ വിത്തിൻ 2 months. റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് 2 months ആണ് കാലാവധി കൊടുക്കുന്നത്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച് 2 മാസത്തിനകം എന്ത് ചെയ്യണം? റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതുതായി ചേർത്തതാണ് ഈ റിപ്പോർട്ട് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. DCAക്ക് കൊടുക്കണം, രജിസ്ട്രാർക്കും കൊടുക്കണം, 15 ദിവസത്തിനകം കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു റിവിഷനായി. അല്ലാത്തവർ നിർബന്ധമായും ഈ ഭാഗം മുഴുവനായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പം തന്നെ തുടങ്ങിയ എക്സാം ആകുമ്പോഴേക്കും ഓടണ്ട. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഡാഷ് ആൾ ഡയറക്ട് ദ സൊസൈറ്റി ടു സസ്പെൻഡ് ആൻ എംപ്ലോയി ഹു ഇൻഡൽജ് ഇൻ മെനി മാൽ പ്രാക്ടീസസിൽ ഏർപ്പെട്ട ആൾക്കാരെ സസ്പെൻഡ് ചെയ്യില്ലേ, അത് ആരാണ് ചെയ്യുന്നതെന്നാണ്. അത് അങ്ങനത്തെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. രജിസ്ട്രാറാണ് തീരുമാനിക്കുക കേട്ടോ. മാൽ പ്രാക്ടീസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എംപ്ലോയീസിൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക രജിസ്ട്രാറാണ്. ഓക്കെ. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അടുത്തത് വന്നിട്ടുള്ളത്. ഓംബുഡ്സ്മാൻ്റെ ഓഫീസ് കാലാവധിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഡാഷ് ഷാൾ ബി ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓംബുഡ്സ്മാൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ സാധാരണ വരുന്ന ഒരു മേഖല തന്നെയാണ് ഓംബുഡ്സ്മാൻ്റെ അല്ലേ. അപ്പോൾ ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് പഠിക്കാനുള്ള ഭാഗം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓംബുഡ്സ്മാൻ്റെ കാലാവധി മാത്രമല്ല, എന്താ പറയുക, ഓംബുഡ്സ്മാൻ്റെ എല്ലാം പഠിക്കണം അല്ലേ. അപ്പോൾ ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോകാം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയാൽ നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവും. 69A ആണല്ലോ ഓംബുഡ്സ്മാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണത്. സെക്ഷനാണ് കേട്ടോ. സെക്ഷൻ 69A ആണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ കാര്യങ്ങൾ ചെറിയൊരു അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്, ഒരു ചെറിയൊരു ഭാഗം ആണ് ചെറിയ അമെൻമെൻറ്റ് വന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ സ്കീമിൽ പിന്നെ ഡീലിംഗ് വിത്ത് ബാങ്കിങ് ബിസിനസ് ഉണ്ടായിരുന്നു, അത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഡെഫനിഷൻ്റെ ഭാഗം പറയുന്നത്, അതായത് ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ഒഫീഷ്യൽ ഗസറ്റ് ഫ്രെയിം എ സ്കീം കാർഡ്, അങ്ങനെ പറയില്ലേ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറഞ്ഞിട്ട് അതിൽ റിലേറ്റിംഗ് ലാസ്റ്റ് ഡീലിംഗ് ഇൻ ബാങ്കിങ് ബിസിനസ് എന്ന് ഒമിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ സ്കീം കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2010 കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കേരളത്തിൽ 2010 കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ സെക്ഷൻ ഏതാണ്? 69A ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റുമായി പറയുന്നത് 69A സബ്സെക്ഷൻ 1 കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ അവർക്ക് സ്വന്തം സ്കീം ഉണ്ടാവും. കേരള ഗവൺമെൻറ് സ്കീം പുറപ്പെടുവിക്കും. ആ സ്കീമിൽ പറഞ്ഞിട്ടുള്ള പോലെയാണ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ആരാണ് ഓംബുഡ്സ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നു ഒന്നിലധികമോ വ്യക്തികളെ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനായിട്ട് പിന്നെ അപ്പോയിൻറ്റ് ചെയ്യുക കേട്ടോ. ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ്. ആരാണ് അപ്പോയിൻറ്റിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആണ്. ഒന്നിലധികമോ 1 or more പേഴ്സൺസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആസ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓംബുഡ്സ്മാൻ്റെ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്ന് വെച്ചാൽ ഒന്നിലധികമോ പേഴ്സൺസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ടേം ഓഫ് ഓഫീസ് പറയണത് 3 വർഷമാണ്. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് എൻറ്ററിങ് ഓഫീസ്, അല്ലെങ്കിൽ 65 വയസ്സ്, വിച്ച് എവർ ഈസ് ഏർലിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല, ഇവിടെ 3 വർഷം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ഉത്തരമായിട്ട് എടുക്കാം. പക്ഷേ 3 വർഷം മാത്രം നിങ്ങൾ പഠിച്ചു വെക്കരുത്. 3 വർഷം മാത്രം പഠിച്ചാൽ അത് പിന്നെ ഫുള്ളല്ല അല്ലേ. 3 വർഷം മാത്രം പഠിച്ചാൽ പോരാ, മറ്റതും കൂടി പഠിക്കണം. ഏതാത്? 3 years അല്ലെങ്കിൽ 65 years ആണ് കേട്ടോ. 65 years ഓഫ് ഏജ് വിച്ച് എവർ ഈസ് ഏർലിയർ. എൻറ്ററിങ് ഓഫീസാണ് കേട്ടോ. 3 years അല്ലെങ്കിൽ 65 years ഓഫ് ഏജ്, രണ്ടും പഠിക്കണം. പിന്നെ 10 വർഷത്തിൽ കൂടുതൽ ബാർ പ്രാക്ടീസ് വേണം. ഹാവിങ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ബാങ്കിങ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫീൽഡ്, അങ്ങനെയുള്ളവരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നുള്ളൂ. അവരുടെ ഫങ്ഷൻസും പവേഴ്സും ഡ്യൂട്ടീസും ഒക്കെ എന്ത് ചെയ്തും ഈ ഓംബുഡ്സ്മാൻ്റെ സ്കീമിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടാണ്. പിന്നെ അവർക്ക് ബാക്കി സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ആണ് അവർ ഓപ്പറേഷൻസ് എല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത്. എല്ലാം ഗവൺമെൻറ് തന്നെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതും. അവർക്ക് സ്റ്റാഫ് ഉണ്ടായിരിക്കും. സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും രജിസ്ട്രാറും ഗവൺമെൻറ്റും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോയിൻറ്റഡ് ബൈ ദ രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ രജിസ്ട്രാർ ആവാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓംബുഡ്സ്മാന് അങ്ങനത്തെ സമ്മറി ഓഫ് റിപ്പോർട്ട് ഈ പറഞ്ഞ പോലെ ഓംബുഡ്സ്മാൻ വർക്ക് ചെയ്യുമ്പം 31 December എവറി ഇയറിൽ അവർ സമ്മറി ഓഫ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം ഗവൺമെൻറ്റിന് കേട്ടോ. ഗവൺമെൻറ്റിന്, അതായത് രജിസ്ട്രാറിലൂടെയാണ് ഗവൺമെൻറ്റിന് സമ്മറി ഓഫ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ സെക്രട്ടറി ആണല്ലോ ഓംബുഡ്സ്മാൻ്റെ ഓഫീസിൻ്റെ എല്ലാ അധികാരവും ആരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്? സെക്രട്ടറിയിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്, അദ്ദേഹമാണ്. പിന്നെ ഫയലിംഗ് കേസസിൻ്റെ ഫീസ് പറയാറുണ്ട്. 50 രൂപയാണ് ഫീ ഫോർ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ് കാണുന്നത്. 50 രൂപയാണ് പറയണത്. സെക്രട്ടറിയുടെ ഒരു റാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് ആണ് കേട്ടോ. സെക്രട്ടറിയുടെ റാങ്ക് എന്താണ്? കോപ്പറേറ്റീവ് രജിസ്ട്രാറാണ്. ഡെപ്യൂട്ടി രജിസ്ട്രാറാണ് കേട്ടോ. ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് ആണ്. 50 രൂപയാണ് ഫീ ഫോർ ഫയലിംഗ് കേസ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ മ്യൂച്വൽ സെറ്റിൽമെൻറ്റ് ചിലപ്പോൾ ആവാം. അങ്ങനത്തെ ആണെങ്കിൽ മ്യൂച്വൽ സെറ്റിൽമെൻറ്റ് വിത്തിൻ 1 മന്ത് എന്ത് ചെയ്യും, കംപ്ലൈൻറ്റ് വാങ്ങിയിട്ട് മ്യൂച്വൽ സെറ്റിൽമെൻറ്റും ചെയ്തു കൊടുക്കും കേട്ടോ. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സും അവർ ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 68A വിജിലൻസ് ഓഫീസർ, അത് പഠിക്കാതെ പോരുത്. 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, പിന്നെ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഈ 3 ഏകദേശം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. 68A വിജിലൻസ് ഓഫീസർ, പിന്നെ 69A ആരാണ്, 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ, 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഈ 3. അപ്പോൾ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. എന്തൊക്കെ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു? 3 വർഷമാണ് കാലാവധി എന്ന് പറഞ്ഞു. 3 വർഷം മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, 65 വയസ്സും കൂടി പഠിക്കണം കേട്ടോ. 65 ഇയേഴ്സ് ഓഫ് ഏജ് വിച്ച് എവർ ഈസ് ഏർലിയർ പഠിക്കണം. ആരാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത്? ഗവൺമെൻറ്റാണ് നിയമിക്കുന്നത്. അവരുടെ സാലറിയും കാര്യങ്ങളൊക്കെ എന്തിലാണ് ഉണ്ടാവുക? സ്കീമിലാണ് പറഞ്ഞിട്ടുണ്ടാവുക. കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്കീമിലാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ. അവർ വർക്ക് ചെയ്യുന്ന അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ് ആണെന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തിയാണോ? അല്ല. അപ്പോയിൻമെൻറ്റ് 1 or more പേഴ്സൺസ് ആസ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് എന്തിലാണ്? 69A സബ്സെക്ഷൻ 2 പറയുന്നത് കേട്ടോ. അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം പറയുന്നത് 69A സബ്സെക്ഷൻ 2 പറയുന്നത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓഫീസ് പറഞ്ഞു. ഓഫീസിനെ കുറിച്ച് പറയുന്നത് 69A സബ്സെക്ഷൻ 3 പറയണത്. 69A സബ്സെക്ഷൻ 4 പറയണത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. അതായത് 10 years ഓഫ് ബാർ പ്രാക്ടീസ് വേണമെന്നാണ് പറയുന്നത്. പിന്നെ ബാങ്കിങ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫീൽഡിൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഫങ്ഷൻസും പവേഴ്സും ഡ്യൂട്ടീസും ഒക്കെ എവിടെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീമിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സബ്സെക്ഷൻ 5 കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് 6 പറഞ്ഞിട്ടുള്ളതാണ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ആണെന്നും അങ്ങനത്തെ കാര്യങ്ങൾ. സ്റ്റാഫിനെ തീരുമാനിക്കുന്നത് ഒന്നുകിൽ രജിസ്ട്രാർ അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കുന്നു. 31 ഡിസംബറിൽ എല്ലാ വർഷവും അവർ രജിസ്ട്രാറിലൂടെ ഒരു ആക്ഷൻ റിപ്പോർട്ട്, അവർ ചെയ്തിട്ടുള്ള സമ്മറി ഓഫ് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം എന്ന് ഓർത്ത് വയ്ക്കുക. ഒരു പോയിൻറ്റും വിടാൻ പാടില്ല, എല്ലാ പോയിൻറ്റും പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും. പിന്നെ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഈസ് നോട്ട് വെസ്റ്റഡ് വിത്ത് ദ പവർ ടു കൺസിഡർ ഡിസ്പ്യൂട്ട് ബൈ ഓർ ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് ഇറ്റ്സ് എംപ്ലോയീസ്. ബാങ്കും എംപ്ലോയീസും തമ്മിലുള്ള തർക്കങ്ങൾ ഒരിക്കലും ഇവർ പരിഹരിക്കുന്നില്ല കേട്ടോ. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനിലെ പരിധിയിൽ വരണതല്ല അത്. സെക്രട്ടറി ആരായിരിക്കണം? സെക്രട്ടറിയാണ് അവരുടെ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഫീസിൻ്റെ കാര്യം ഓർക്കുക, 50 രൂപയാണെന്ന് പറഞ്ഞു. സെക്രട്ടറി ആരായിരിക്കും? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിരിക്കും എന്ന് ഓർക്കുക. ഫീ ഫോർ ഫയലിംഗ് 50 രൂപയാണെന്ന് ഓർക്കുക. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ മ്യൂച്വൽ സെറ്റിൽമെൻറ്റ് നടത്തുകയാണെങ്കിൽ വിത്തിൻ 30 days, വിത്തിൻ 1 month പറഞ്ഞത് കേട്ടോ. വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സച്ച് കംപ്ലൈൻറ്റ് കിട്ടി വിത്തിൻ 1 month. ചില കേസസിൽ അവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തി മ്യൂച്വൽ സെറ്റിൽമെൻറ്റും നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്ന് എഴുതുക. എന്നിട്ട് കുനുകുന അതിൻ്റെ എല്ലാ പോയിൻറ്റുകളും എഴുതി ഒരു വലിയ കോളം വരച്ച് വയ്ക്കുക. എക്സാമിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ നോക്കുമ്പോൾ എല്ലാം അവിടെ ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട മോർ പോയിൻറ്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾ അവിടെയൊക്കെ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പഠിക്കാൻ. അപ്പോൾ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനിൽ നിന്ന് എല്ലാ ചോദ്യവും കിട്ടുമല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാഷ് ഷോൾ ഹാവ് പവർ ടു മേക്ക് കംപ്ലയിൻറ്റ്സ് ബിഫോർ എ കോർട്ട് ഓഫ് ലോ ഇൻ റെസ്പെക്ട് ഓഫ് ഒഫൻസസ് മെൻഷൻഡ് ഇൻ സബ്സെക്ഷൻ 2 to സബ്സെക്ഷൻ 7A. ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസിൽ വരുന്നതാണ് 94 ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണത് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത പോയിൻ്റാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ ഒരു പോയിൻ്റ് പറഞ്ഞോ ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ ഈ ഒരു പോയിൻ്റ് ശ്രദ്ധിച്ചിട്ടില്ല. സംഭവം ഉള്ളത് തന്നെയാണ് കേട്ടോ. ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസിൽ ഉള്ളത് തന്നെയാണ്. ഒഫൻസസും പെനാൽറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുമ്പ്. പക്ഷേ ഈ ഒരു സ്പെസിഫിക് പോയിൻ്റ് ഞാനും അത്ര ശ്രദ്ധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇത് പറയുന്നുണ്ട്, നമ്മുടെ സെക്ഷനിൽ തന്നെ എടുത്തു പറയുന്നുണ്ട് കേട്ടോ. അത് എത്രാമത്തെ ആയിട്ടാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ 94 ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്. അതിൽ 94 സബ്സെക്ഷൻ 10 പറയണത് വിജിലൻസ് ഓഫീസർക്കാണ് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അവിടെ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? വിജിലൻസ് ഓഫീസറാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കും. അതിൻ്റെ താഴത്ത് 94-9, 94-10, 94-11 3 പോയിൻറ്റുകളും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് റെഫർ ചെയ്യേണ്ടതാണ്. ഓക്കെ. അതായത് സെക്ഷൻ 94 സബ്സെക്ഷൻ 2 മുതൽ 7A വരെയുള്ളത് വിജിലൻസ് ഓഫീസർക്കാണ് പവർ ഓഫ് ലിറ്റിഗേഷൻ ആൻഡ് പവർ ടു മേക്ക് കംപ്ലയിൻസ് ബിഫോർ കോർട്ട് ഓഫ് ലോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 7A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു
7A പുതിയൊരു അഡീഷനായിരുന്നു. 7A പുതുത് കൂട്ടിച്ചേർക്കലായിരുന്നു കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി ഹു കോൺട്രാവെൻസ് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 59 പ്രകാരം പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഫൈനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. 10,000 രൂപയായിരുന്നു ഫൈന്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. വിജിലൻസ് ഓഫീസർക്കാണ് കൊടുക്കുക. അപ്പോൾ 94-9 മൊത്തം 8A 8B വരെ പറയണത് എന്താണ്, ഈ ഒരു ഫൈനിനെ കുറിച്ചിട്ടാണ്. അത് കാണണമെങ്കിൽ നമ്മുടെ ഒഫൻസസിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ, നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മുടെ അമെൻമെൻറ്റ്സിൻ്റെ ഭാഗത്തുണ്ടാവും. അമെൻമെൻറ്റ്സിൻ്റെ ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ് എന്ന് പറഞ്ഞ ഭാഗം പോയി കണ്ടാൽ അത് ക്ലിയറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബാക്കി 3 പോയിന്റ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. 94 സബ്സെക്ഷൻ 9 പറയണത് പ്രൊവിഷൻസ് ഓഫ് ദിസ് സെക്ഷൻ ഷാൾ ബി വിത്തൗട്ട് പ്രിജുഡൈസ് ടു എനി ആക്ഷൻ ടേക്കൺ അഗേൻസ്റ്റ് ദ ഒഫൻഡേഴ്സ് അണ്ടർ എനി അതർ ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. 94-10 പറയണത് വിജിലൻസ് ഓഫീസർ ഹാവ് ദ പവർ ടു ലിറ്റിഗേഷൻ ആൻഡ് പവർ ടു മേക്ക് കംപ്ലൈൻസ് ബിഫോർ കോർട്ട് ഓഫ് ലോ ഇൻ സെക്ഷൻ 94-2 തൊട്ടിട്ട് 7 വരെയുള്ളത്. പിന്നെ അടുത്തത് പറയുന്നത് എമൗണ്ട്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. 94 സബ്സെക്ഷൻ 11 പറഞ്ഞിട്ടുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എമൗണ്ട്സ് ഓഫ് ഫൈൻ, ഈ ഫൈൻ 94-ൽ 4-ലും 5-ലും 6-ലും 7-ലും 8-ലും 8A-ലും 8Bയിലും പറഞ്ഞിട്ടുള്ളത് ഷാൾ നോട്ട് ബി മെറ്റ് ഫ്രം ദ ഫണ്ട്സ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. സൊസൈറ്റിയുടെ ഫണ്ട്സിൽ നിന്നും മെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു 3 പോയിൻറ്റും കൂടി നിങ്ങൾ ഒന്ന് മൈൻഡിൽ വെച്ച് പഠിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന കാരണം അത്രയേ ഉള്ളെന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് മാറിയില്ലോ എന്ന് വിചാരിച്ച് നമ്മളത് പഠിച്ചു. പക്ഷേ ഈ ഒരു പോയിൻറ്റ് നമ്മൾ അത്ര പ്രാധാന്യം കൊടുത്തില്ല. ഓക്കെ, അപ്പോൾ അത്രയും പ്രാധാന്യം നിങ്ങൾ എല്ലാം കൊടുക്കുക, അടുത്ത എക്സാമിന് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയണത്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ട് തോന്നുന്നു, വിജിലൻസ് ഓഫീസറാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഈ സൊസൈറ്റി ഫയൽ ആൻഡ് അപ്പീൽ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പീലുമായി ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. എ സൊസൈറ്റി ഫയൽ ആൻഡ് അപ്പീൽ എഗെയിൻസ്റ്റ് ആൻ ഓർഡർ ഓഫ് രജിസ്ട്രാർ. ആരുടെ ഓർഡറിനെതിരെയാണ് പറയണത്? രജിസ്ട്രാറിൻ്റെ ഓർഡറിന് എതിരെ അല്ലേ. ഓർഡർ ഓഫ് രജിസ്ട്രാർ ആസ് പെർ സെക്ഷൻ 83. അപ്പോൾ എന്താ സെക്ഷൻ 83 വരുന്നത്? ദ ഫീ ഫോർ ഫയലിംഗ് അപ്പീൽ ഷാൾ ബി 82-ഉം 83-യും അറിയാം നിങ്ങൾക്ക് അല്ലേ. 82 എന്താ പറയണത്? 82 അപ്പീൽ കൊടുക്കണതിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയണത്. പിന്നെ മറ്റേത് അപ്പീൽ ടു അതർ അതോറിറ്റീസ് എന്നാണ് പറയുന്നത് 83 അല്ലേ. അപ്പോൾ അതിനേതാണ് ഫീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫീസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാ ഫീസ് വരിക? പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫീ ഫോർ അപ്പീൽ ബിഫോർ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ ആണെങ്കിൽ അപ്പലൻ്റ് ഒരു അപ്ലിക്കൻ്റ് അല്ലെങ്കിൽ അപ്പലൻ്റ് ഒരു എംപ്ലോയി ആണെങ്കിൽ എത്ര അടയ്ക്കണം? 2000 അടയ്ക്കണം കേട്ടോ. അവിടെ എംപ്ലോയി ആണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എംപ്ലോയി എന്ന് പറഞ്ഞെങ്കിൽ 2000 അടയ്ക്കണം. അല്ലെങ്കിൽ 5000 അടയ്ക്കേണ്ടത് കേട്ടോ. അപ്പലൻ്റ് അല്ലെങ്കിൽ അപ്ലിക്കൻ്റ് ഈസ് എ മെമ്പർ ഓഫ് എ കമ്മിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ അതേഴ്സ്, മറ്റാരെങ്കിലും. അങ്ങനെയാണെങ്കിൽ എത്രയാണ് അടയ്ക്കേണ്ടത്? 5000 അടയ്ക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? 5000 കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ ഒരു പറയുന്നത് റൂള് 124A പറയണത് കേട്ടോ. ഏതിലാണ് പറയണത്? റൂള് 124A. ഫീസ് ഫോർ അപ്പീൽസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഫോർ റിവിഷൻ ബിഫോർ ദ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പീൽസ് ആൻഡ് അപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടുള്ള പിന്നെ റിവിഷൻ്റെ ഫീസും പറയുന്നുണ്ട്. റിവിഷൻ്റെ ഫീസാണെങ്കിൽ ഫീ ഫോർ റിവിഷൻ ആണെങ്കിൽ എംപ്ലോയി ആണെങ്കിൽ 1000 രൂപയും മറ്റുള്ളവർ മെമ്പർ ഓഫ് എ കമ്മിറ്റിയോ സൊസൈറ്റിയോ അതേഴ്സോ ആണെങ്കിൽ 5000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അപ്പീലിനുള്ള ഫീസാണ്. ഈ 2000 5000. എംപ്ലോയി ആണെങ്കിൽ 2000, സൊസൈറ്റിയിലെ മെമ്പറോ അല്ലെങ്കിൽ കമ്മിറ്റിയിലെ മെമ്പറോ സൊസൈറ്റിയോ അതേഴ്സോ ആണെങ്കിൽ 5000. ആർക്ക് കൊടുക്കുമ്പോൾ? ഗവൺമെൻറ്റിനോ രജിസ്ട്രാറിനോ കൊടുക്കുമ്പോൾ. പിന്നെ റിവിഷൻ കൊടുക്കുമ്പോഴോ? റിവിഷൻ കൊടുക്കുമ്പം 1000ഉം 5000 വരും. ഇവിടെ 2000ഉം 5000 വരും. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തത് പറയുന്നത് ഇതുപോലെ നല്ല ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഫാക്റ്റ് തന്നെയാണ് അതും. ഇഫ് എ സൊസൈറ്റി ഫെയിൽസ് ടു അഫിലിയേറ്റ്, അത് പെട്ടെന്ന് കിട്ടുന്ന സംഭവം തന്നെയാണ്. അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സച്ച് എ സൊസൈറ്റി ഷാൾ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു. ഇപ്പോൾ അഫിലിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അഫിലിയേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവം? അഫിലിയേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അപ്പോൾ ഇത് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 90 കേട്ടോ അത് പറയണത്. സെക്ഷൻ 90 പറയണത്.
ഈ ഒരു അഫിലിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് സെക്ഷൻ 90 പറയുന്നുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറഞ്ഞത് സെക്ഷൻ 90 കേട്ടോ. അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അഫിലിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് കിട്ടില്ല, ഒരു പ്രിവിലേജും കിട്ടില്ല, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലയിലുള്ള പ്രിവിലേജ് ഒന്നും കിട്ടില്ല എന്ന് പറയണത് സബ്സെക്ഷൻ 4 പറയണത് കേട്ടോ. എന്തിലാണ് പറയണത്? 4. ഇഫ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റി ഫെയിൽസ് ടു അഫിലിയേറ്റ് ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആസ് റിക്വയർഡ് ബൈ സബ്സെക്ഷൻ 1 ഓർ ടു റിന്യൂ ചെയ്തില്ലെങ്കിലും, അഫിലിയേഷൻ റിന്യൂ ചെയ്തില്ലെങ്കിലും അത് എന്താ, സച്ച് സൊസൈറ്റി ഷാൾ നോട്ട് ബി എൻറ്റൈറ്റഡ് ടു എനി ഓഫ് ദ പ്രിവിലേജസ് കൺഫേർഡ് ഓൺ എ കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ ചാപ്റ്റർ 5 പറഞ്ഞിട്ടുള്ള ഒരു പ്രിവിലേജസും കൺഫർ ചെയ്യില്ല എന്നാണ് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാ വരിക? സി തന്നെയാണ് വരിക അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഭാഗം വായിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആയോ? ഇതുമായി പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 90 കേട്ടോ. സെക്ഷൻ 90 അപ്പോൾ പഠിച്ചു വയ്ക്കുക. സെക്ഷൻ 90 അതാണ് പറയണത്. ഇനി പ്രിവിലേജസ് കിട്ടില്ല കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കുന്ന യാതൊരു പ്രിവിലേജസും. അപ്പോൾ ഈ പ്രിവിലേജസിനെ കുറിച്ച് പറയണത് എവിടെയാണ്? ചാപ്റ്റർ 5 പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പറയണത് ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെൻ്റ് ആണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്? ആപ്ലിക്കേഷൻ്റെ എൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത് ആർക്കാണ്? രജിസ്ട്രാർക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക ആരാണ്? RCS രജിസ്ട്രാറാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട നമ്മൾ ട്രിബ്യൂണൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രിബ്യൂണൽ ക്ലാസ് കണ്ടവർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ചിലവർക്ക് ഓർമ്മയുണ്ടാവും കണ്ടത്. ചെറിയൊരു ഫാക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷേ നോക്കിയവർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ദ ട്രിബ്യൂണൽ ഓർഡർ ചെയ്യുകയാണ് രജിസ്റ്റർ ആൻഡ് അപ്പീൽ. സെക്രട്ടറി ആണല്ലോ എല്ലാം ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്യണം സെക്രട്ടറി. എത്ര ദിവസത്തിനകം എന്നാണ് പറയണത്? 7 days എന്നാണ് പറയണത് കേട്ടോ. 7 days. അപ്പോൾ നമ്മളെ ട്രിബ്യൂണലിൻ്റെ ക്ലാസ് കാണാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി പോയി കാണുക. ഒന്നും കൂടി എക്സാമിൻ്റെ ധൃതിയിലാണ് കണ്ടു വെച്ചാൽ ഒന്നും കൂടി സമാധാനമായിട്ടിരുന്ന് കാണുക. ട്രിബ്യൂണലിൽ നിന്ന് എന്തായാലും ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. അപ്പോൾ അത് നന്നായി വൃത്തിക്ക് തന്നെ പഠിക്കുക. ട്രിബ്യൂണൽ ഓർഡർ ചെയ്യുമ്പം സെക്രട്ടറി അത് രജിസ്റ്റർ ചെയ്ത് വയ്ക്കും വിത്തിൻ 7 days. ഇനി നെക്സ്റ്റ് പറയണത് ഡാഷ് ഷാൾ നോട്ട് ബി എ മെമ്പർ ഓഫ് ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ മെമ്പർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിലെ ഡിസിപ്ലിനറി കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അംഗമല്ലാത്തത് തന്നെയല്ലേ, അത് ഷാൾ നോട്ട് ബി എ മെമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അംഗമല്ലാത്ത ആൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് ഡിസിപ്ലിനറി കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ളത് അത് പറയുന്ന റൂളിലാണ് പറയുന്നത് കേട്ടോ. ഏത് റൂളാണെന്ന് നമ്മൾ ജസ്റ്റ് നോക്കാം കേട്ടോ. ഡിസിപ്ലിനറി ആക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾ ഏതാണ്? റൂള് 198 കേട്ടോ. 198 ഡിസിപ്ലിനറി ആക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണത്. അപ്പോൾ ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റി രൂപീകരിക്കും. ഓക്കെ, ഈ രൂപീകരിക്കുമ്പം അതിൽ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 of its members. നോട്ട് മോർ ദാൻ 3 of its members വേണം. ഓഫ് ഹൂം 1 ഷാൾ ബി ഡെസിഗ്നേറ്റഡ് ആസ് ചെയർമാൻ. ഒരാളെ അതിൽ ചെയർമാൻ ആക്കി വെക്കും. പക്ഷേ ബട്ട് ദ പ്രസിഡൻറ്റ് ഓഫ് ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി ഷാൾ നോട്ട് ബി എ മെമ്പർ ഇൻ ദ ഡിസിപ്ലിനറി സബ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് വരും. പ്രസിഡൻറ്റ് ചെയ്യുന്നത് ഏതാണ്, പ്രസിഡൻറ്റ് ഇടപെടുന്നത് ഏതാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പ്രസിഡൻറ്റ് ഇടപെടുന്ന കേസുകൾ ഡിസിപ്ലിനറി ആക്ഷൻസ് ഏതാണ് അതൊക്കെ ജസ്റ്റ് നമുക്ക് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഈ ഡിസിപ്ലിനറി ആക്ഷൻസിലുള്ളതാണ് ഈ ഒരു സെൻഷർ, ഫൈൻ ഇൻ കേസ് ഓഫ് എംപ്ലോയീസ് ഇൻ ദ ലാസ്റ്റ് ഗ്രേഡ് ഉള്ള ആൾക്കാർക്ക് ഫൈൻ ഉണ്ട്. വിത്ത് ഹോൾഡിംഗ് ഓഫ് ഇൻക്രിമെൻറ്റ്സ് അല്ലെങ്കിൽ വിത്ത് ഓർ വിത്തൗട്ട് ക്യുമുലേറ്റീവ് എഫക്റ്റ് ഉണ്ട്. വിത്ത് ഹോൾഡിംഗ് ഓഫ് പ്രൊമോഷൻ വിത്ത് ഹോൾഡ് ചെയ്യുക, റിക്കവറി എന്തെങ്കിലും പിടിച്ചെടുക്കുക, അങ്ങനത്തെ. പിന്നെ ലോവർ റാങ്കിൽ റിഡക്ഷൻ നടത്തുക, കമ്പൽസറി ആയിട്ട് റിട്ടയർമെൻറ്റ് കൊടുക്കുക, ഡിസ്മിസൽ സർവീസ് എന്ന് ഡിസ്മിസ് ചെയ്യുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കമ്മിറ്റിയിൽ ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ ആരംഗമല്ല, 3 ആളുണ്ടാവും എന്ന് പറഞ്ഞു. നോട്ട് മോർ ദാൻ 3 members ഉണ്ട്. അതിലൊരാളെ ചെയർമാനാക്കി വെക്കും. പക്ഷെ ആരംഗമല്ല, പ്രസിഡൻ്റ് അംഗമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിസിപ്ലിനറി സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഷാൾ എൻക്വയർ ഇൻ ടു ദ ചാർജസ് എഗെയിൻസ്റ്റ് ദ എംപ്ലോയീസ് ഐദർ ബൈ ദംസെൽസ്, ഒന്നെങ്കിൽ അവർ സ്വയം അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസീനെ കൊണ്ട് അന്വേഷിപ്പിക്കാം. അവർക്ക് പേഴ്സണൽ ബയാസൊന്നും ഇല്ലാതിരിക്കാനാണ് ഒരു എക്സ്റ്റേണൽ ഏജൻസീനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അതോറിറ്റി ടു
കോമ്പിറ്റൻ്റ് ആണ് ടു ഇമ്പോസ് വാരിയസ് പെനാലിറ്റീസ് ഓൺ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് ഷോൾ ബി. അതിനൊരു ടേബിൾ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെ ഡിസിപ്ലിനറി ആക്ഷൻസ് ആരൊക്കെയാണ് എടുക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. പ്രസിഡൻറ്റിന് തീർച്ചയായിട്ടും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനൊക്കെ പറ്റും, എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു കമ്മിറ്റിയിൽ ആരംഗമല്ല, പ്രസിഡൻ്റ് അംഗമല്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് കേട്ടോ. അദ്ദേഹം ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു കമ്മിറ്റിയിൽ ആർക്ക് അംഗത്വമില്ല, പ്രസിഡൻറ്റിനെ അംഗമാക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓഡിറ്റ് ഫീയുടെ കാര്യമാണ് പറയണത്. ഓഡിറ്റ് ഫീ ഓഫ് എ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്. പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ഫീ, വീണ്ടും ഓഡിറ്റിങ്ങിൻ്റെ ഭാഗം വന്നു. അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗം നിങ്ങൾ ഒരിക്കലും കട്ട് ചെയ്ത് കളയരുത്. അടുത്ത പരീക്ഷയാകുമ്പോഴേക്കും ഓഡിറ്റിങ്ങിൻ്റെ ഭാഗം നല്ല ക്ലീനായിട്ട് പഠിക്കണം. പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റിയുടെ ഏതാണ്, എന്ത് വെച്ചിട്ടാണ് അവരുടെ പ്രൈമറി കൺസ്യൂമർ സ്റ്റോഴ്സിൻ്റെ സെയിൽസ് പ്രൊസീഡിങ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് വെച്ചിട്ടാണ് അവരുടെ നോക്കുക കേട്ടോ. സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് ആണ് നോക്കുക. അപ്പോൾ അതാണ് ഇവിടെ ഉത്തരമായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ റൂൾസിൽ അമെൻമെൻറ്റ് വരുമ്പോൾ നമുക്ക് റൂൾസ് പഠിച്ചെടുക്കാം കേട്ടോ. റൂൾസിൽ അമെൻമെൻറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നോക്കാം. അപ്പം അത് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആൻസർ കീ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി റൂൾസിൽ വല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ മാറ്റി പഠിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് വഴിയെ ഓരോ ക്ലാസ്സായിട്ട് റൂൾസ് അമെൻമെൻറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ മാറ്റങ്ങൾ അതിനനുസരിച്ചിട്ട് തന്നെ പഠിച്ചു പോകാം. അപ്പോൾ 100 ക്വസ്റ്റ്യൻ, ഈ ഒരു 100ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി ഒരു നല്ല ക്ലാസ്സിൽ കാണാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. ഇത് കണ്ടൻറ്റൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ റിലേറ്റഡ് ഫാക്ട്സ് കൂടുതൽ ആവണമെന്നുണ്ടെന്ന് സംശയമുണ്ടോ, കുറച്ച് കൂടുതൽ പറയുന്നുണ്ടോ, അതോ റിലേറ്റഡ് ഫാക്ട്സ് വേണ്ടെന്നാണോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. റിലേറ്റഡ് ഫാക്ട്സ് ഇത്ര അധികം വേണ്ട, എല്ലാ ക്വസ്റ്റ്യൻസിനും പറയണതല്ലേ, വേണ്ട ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. റിലേറ്റഡ് ഫാക്ട്സ് നിർത്തണോ, ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് പോകണോ, അതോ റിലേറ്റഡ് ഫാക്ട്സും കൂടെ പറയണോ? എല്ലാം ചിലപ്പോൾ റിപ്പീറ്റേഷനായി തോന്നുന്നുണ്ടാവാം, കുറേ വന്നതാണ്, ചിലതൊക്കെ വരാത്ത നല്ല ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഒന്ന് അറിയാനാണ്. നമ്മൾ കുറേ നാളായി റിലേറ്റഡ് ഫാക്ട്സ് വെച്ചിട്ട് തന്നെയാണ് പോണത്. കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത ഉപകാരമായേനെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.